മുഖത്ത് നോക്കി കള്ളം പറയാൻ ഒരറപ്പുമില്ലാത്ത മനുഷ്യരെ കാണുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ബൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേൾക്കണം. എന്റെ കാറിനകത്ത് ഇന്നത്തെ ദിവസം ഈ പ്രമിള ചേച്ചിയും ഞാനും അല്ലാതെ എന്റെ കാറിൽ ഒരാളുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? എത്ര കൃത്യമായിട്ടാണ് അവർ പറഞ്ഞു വെക്കുന്നതിന് ദൃശ്യം ആ നിമിഷം തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. സൂപ്പർ സർ. പക്ഷെ പടം പൊട്ടും. കാറിൽ കയറിയ ദൃശ്യങ്ങൾ രണ്ടാമത് പറയാണ്, ഇന്നത്തെ ദിവസം ഞാനും പ്രമീള ശശിധരനും മാത്രമേ ഈ കാറിൽ കയറിയിട്ടുള്ളൂ എന്ന്. ആ കാറിന്റെ പുറകിൽ നിന്ന് മാറുന്ന മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്ന് സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെ പെടക്കോയിനും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇറങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് തള്ളി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. ഇവര് ആ കാറിലിരുന്ന് പറയാണ്, ഈ പിറകിലിരിക്കുന്ന കുട്ടി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണെന്ന്. നേരത്തെ മാധു പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് പേരമ്മയെ കാണാൻ വേണ്ടി വന്നിട്ട് ശോഭാ സുരേന്ദ്രന്റെ കാറിൽ നിന്ന് ഓടിപ്പോയി ഇറങ്ങി പൈസയും കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ശോഭാ സുരേന്ദ്രന്റെ കാറിൽ കയറി പോകുന്ന ഒരു കൊച്ചുമോളും. സാർ അത് അങ്ങനെ തുടർച്ചയായിട്ട് പൊളിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആ കോൺഫിഡൻസ് അപാരമാണ്. ആ കോൺഫിഡൻസിലാണ് എനിക്ക് സംശയമുള്ളത്. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. വീണിട്ട പൈസ നിങ്ങൾക്കെല്ലാം പങ്കിട്ടരാൻ വന്ന് പിന്നെ വേണം ചെയ്ത് കൊടുത്ത വെളുത്ത ചുരിദാറിട്ട മുല്ലപ്പൂ വെച്ചൊരു നിഴലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. പക്ഷെ ഇതൊരു നിഴൽ, വെള്ള ചുരിദാറെടുത്ത മുല്ലപ്പൂ വെച്ച നിഴൽ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടും അവരത് സമ്മതിക്കുന്നില്ല. ഇത് ഞാൻ ആ ഫോട്ടോയിൽ കാണുന്നത് നീയല്ല എന്ന്. അഥവാ ആണെങ്കിൽ തന്നെ നിന്റെയും അവളുടെയും ഫോട്ടോ വെട്ടി ഒട്ടിച്ചതാണ്. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ല. അത് ആ കുട്ടി വല്യമ്മയാണ് എന്നാണ് പറയുന്നത്. അതുകൂടി പൊളിഞ്ഞു പോയതാണ് കണ്ടത്. സാർ, ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു കഥ? സാർ, ഇത് അവന്റെ ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.